നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ തിരിച്ചുവരവ് നടത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. BJPയെ ഞെട്ടിച്ച് SP വലിയ മുന്നേറ്റമുണ്ടാക്കിയ തിരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. അഖിലേഷ് യാദവിന് പിന്നിൽ അണിനിരന്ന് മുന്നണി സംവിധാനത്തിന്റെ ഗുണം നേടുന്നതിനൊപ്പം സ്വന്തം നിലയ്ക്കും അടിത്തറ കെട്ടിപ്പൊക്കാൻ UPയിൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി പാർട്ടി ലക്ഷ്യമിടുന്നത് ദളിത് ജനവിഭാഗം മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ദളിത് വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ തിരഞ്ഞെടുപ്പിൽ ഫലം കണ്ടിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്. അഖിലേഷ് യാദവിന്റെ PDA മുദ്രാവാക്യം തങ്ങൾക്കും ഗുണകരമായെന്ന് പാർട്ടി കരുതുന്നുണ്ട്. BSPയുടെ തകർച്ചയും BJPയോട് ദളിത് വിഭാഗത്തിനുള്ള അമർഷവും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി ദളിത് ജനതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വിവിധ പദ്ധതികളാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള പ്രത്യേക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ ദളിത് നേതാക്കളെ കണ്ടെത്തൽ, ജില്ലാ തലങ്ങളിൽ ദളിത് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കൽ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രമുഖ ദളിത് സമുദായ നേതാക്കളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷം 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പരിപാടികളും കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. കിഴക്കൻ UPയിലെ ഗോരഖ്പൂരിൽ ആദ്യ സമ്മേളനം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമാണ് ഗോരഖ്പൂർ. ഇവിടെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJP പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം വാരണാസിയിലും സമ്മേളനം നടത്തും. മീററ്റ്, ലക്നൌ എന്നിവിടങ്ങളിലാണ് മറ്റു സമ്മേളനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ക്യാമ്പയിൻ രീതികൾക്ക് രൂപം നൽകുന്നത് എന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ദളിത് വിഭാഗങ്ങളിൽ പാർട്ടിയോട് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 1000 ദളിത് നേതാക്കളെയെങ്കിലും പാർട്ടിക്കൊപ്പം അണിനിരത്താനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചെത്തിയ അവധേഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കവും ദളിത് വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യം ഉയർത്തിയ ഭരണഘടനാ സംരക്ഷണ മുദ്രാവാക്യത്തെ തുടർന്ന് BSPയുടെ പ്രധാന വോട്ട് ബാങ്കായ യാദവ ദളിത് വോട്ടുകളിൽ 6% ഇന്ത്യ സഖ്യത്തിലേക്ക് പോയതായാണ് BJP അനുമാനം. തങ്ങൾക്കൊപ്പം നിന്നിരുന്ന വലിയൊരു വിഭാഗം ദളിത് വോട്ടുകളും SP-യിലേക്കും കോൺഗ്രസിലേക്കും മാറിയതായും BJP വിലയിരുത്തുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ സ്വാധീനം തിരിച്ചുപിടിക്കാൻ BJPയും ശ്രമം തുടങ്ങിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. UPയിലെ ദളിത് വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് BSPയെ ആയിരുന്നു. എന്നാൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ മായാവതിയുടെ പാർട്ടി ദുർബലമായതോടെ ഇതിൽ വലിയൊരു വിഭാഗം BJPയിലേക്ക് മാറി. എന്നാൽ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ BJPയുടെ എതിർപ്പുണ്ടായിരുന്ന ദളിത് വോട്ടർമാർ ഇത്തവണ കോൺഗ്രസിനും SP-ക്കും ഒപ്പം നിന്നു. BSP സമ്പൂർണമായി ചിത്രത്തിൽ നിന്ന് ഇല്ലാതാകുന്നതോടെ ഈ വോട്ടുകൾ തങ്ങൾക്കൊപ്പം വരുമെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. എന്തായാലും കൃത്യമായ കരുനീക്കങ്ങളോടെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് BJPയെ ആട്ടിയോടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരിക്കലും UPയിൽ തല പൊക്കാതിരിക്കാനുള്ള പാകത്തിൽ കോൺഗ്രസ് BJPയെ തറപറ്റിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ടു പോകുന്നത് എന്നത് സാരം.